ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ വയനാട് വ്ളോഗാണ്. ഞാൻ വേറെ വ്ളോഗിൽ പറഞ്ഞതുപോലെ നമ്മൾ വയനാട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പഴശ്ശി കുടീരത്തിലാണ് വരുന്നത്. വെൽക്കം ടു CI വൈഷ്ണി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് വയനാട്ടിൽ ഡേ 1 ട്രിപ്പിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് പഴശ്ശി കുടീരാണ്. ഇവിടെ മ്യൂസിയം പോലൊക്കെ തന്നെയാണ്. ഇവിടെ എൻട്രൻസിൽ തന്നെ കുറച്ച് ഫ്ലവേഴ്സും പിന്നെ ഗ്രീനറി ആയിട്ട് ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. ഇതൊരു ഗോത്ര വില്ലേജാണ്. സോ ഇതിൻ്റെ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഷോർട്സ് കൊടുക്കുന്നുണ്ട്, അതും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സാമ്പിൾസ്. എങ്ങനെയൊക്കെ വില്ലേജ് ബാക്കിൽ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ വീടിൻ്റെ ഒരു കാണുന്നതൊക്കെ പഴയ ഹൗസ് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ചിത്രമാണ്. അവിടെ ഒരു ഫോട്ടോഗ്രാഫിക് ഓർ വരച്ചതാണെന്ന് തോന്നുന്നു. പഴയ കുടങ്ങൾ കാര്യങ്ങളൊക്കെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം അങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണല്ലോ ഹിസ്റ്ററീൻ്റെ ഒക്കെ. അപ്പോൾ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടല്ലോ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ അവിടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. ഇപ്പോഴത്തെ നാണയങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലത്തെ നാണയങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബ്രിട്ടീഷ് ഇന്ത്യൻ നാണയങ്ങളും ടിപ്പുവിൻ്റെ ആണെങ്കിലും ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തെ കാഴ്ചകളാണ് ഇവ. അടിപൊളി ഗാർഡൻ ആയിരുന്നു സത്യം പറഞ്ഞ. ഇവിടെ ഞാൻ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആ ചക്കയാണ് വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടായിരുന്നു ഞാൻ മടങ്ങിയത്. ഇവിടുന്ന് ദൂരെ കാണുന്ന മല കണ്ടോ ഗൈസ്? എന്ത് ഭംഗിയാണ് ഇവിടുന്ന് കാണാനായിട്ടെന്നറിയും. ഞാൻ സൂം ചെയ്തെടുത്തതായിരുന്നു വീഡിയോ. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഒരു ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. നല്ല ഫോട്ടോ എടുക്കാൻ സ്പോട്ടാണ്. ഇവിടെ ഒരു മരം കയറി എടുക്കുവാണ് ഗൈസ്. ഈ 80s ഉം 90s ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് എടുക്കാൻ. അയ്യോ, കോപ്പിറൈറ്റ് ഗൈസ്. ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ കണ്ടു, നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. നഗരവനം. സോ ഗൈസ്, നമ്മൾ ഇങ്ങോട്ടാണ് എൻട്രൻസ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്, പാർക്കിംഗ് ഏരിയ, അങ്ങനെ ടോയ്ലറ്റ്, അങ്ങനെ ഓരോ അത്യാവശ്യം വേണ്ട ഫോർ വാട്ടർഫാൾ, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ബാംബു ഹട്ട് ഉണ്ട് മെയിനായിട്ട്. പിന്നെ ടൈഗർ ഇൻഫോർമേഷൻ ഏരിയ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിക്കുന്നില്ല. കാരണം ഞാൻ അവിടെ മ്യൂസിയത്ത് അവിടെ പോയപ്പോൾ തന്നെ ഈ ഒരു സ്ഥലം കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം കൂടെ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ആ വീഡിയോയിൽ ഞാൻ ബായ് പറഞ്ഞിട്ട് അടുത്ത വീഡിയോ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്പോട്ടും കൂടെ. സോ ഇതൊക്കെ ലോങ് വീഡിയോയിൽ വരും. ഇവിടെ ഫുൾ കാടും കാര്യങ്ങളൊക്കെയാണ്. ആ മാപ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഫോട്ടോ എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു നമുക്കൊരു ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ഇവിടെ നമുക്ക് കിട്ടും. അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കൂടുതൽ. നമുക്ക് കാട്ടിൽ പോയി നിൽക്കുന്നതിനേക്കാളും എനിക്ക് ഇതാണ് ഇഷ്ടമായത്. കാരണം സേഫ് ആണല്ലോ ഗൈസ്. ടൈപ്പ് തവള ഉണ്ടെന്നാണ് ഈ ബോർഡിൽ പറയുന്നത്. പക്ഷേ ഇതുവരെ ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത സംഭവമേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇവിടെ ഒരു ഏർമാടം ഉണ്ട്. ഞാൻ ഷോർട്സിലിടും ഗൈസ്. അതാണ് ഏർമാടം. സോ ഈ ഒരു ഗ്രീനറി പാത്തിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകണം. ഈ കാട് മൊത്തം ഫോറസ്റ്റാണ് ഗൈസ്. നമ്മളുടെ പഴയ കോമഡി ചളി ഒന്ന് ഓർമ്മ വന്നു. ഇവിടെ നിങ്ങൾക്ക് ചീവീടിന്റെ സൗണ്ട് വരെ കേൾക്കാൻ പറ്റും. അശോകന് ക്ഷീണമാവാന്നൊരു സിനിമയിൽ പറയുന്ന പോലെ ഞാൻ ആ ജ്യൂസ് അങ്ങ് കുടിച്ചു. നടന്ന് ഞങ്ങൾ ഈ ഒരു സ്ഥലം വരെ എത്തി. ഞങ്ങളിങ്ങനെ നടന്ന് സ്റ്റെപ്പൊക്കെ കയറി പോവുകയാണ്. ഇതെവിടെ അവസാനിക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ഒരു ക്രേസി തോന്നും. നമുക്ക് എവിടെയാണ് ഇത് എൻഡ് ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതൊരു തോന്നുന്നുണ്ട്. കുറേ നടന്നിട്ട് ടയേർഡായിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു ഫീലില്ല. ഇത് കുറച്ച് നടന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് ജസ്റ്റ് ഒരു പാർക്ക് പോലെയാണ്. ഇവിടെ ഒറിജിനലായിട്ട് ഒരു തേങ്ങയില്ല ഗൈസ്. ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷേ മാന്, പുലി ഒക്കെ ഒരു പ്രതിമ സ്റ്റാച്ചു പോലെയാണ് ഇവർ വെച്ചേക്കുന്നത്. സോ ചുമ്മാ കാട് പോലെ കാണാനേ ഉള്ളൂ. സോ ഈ വീഡിയോ ഞാൻ നല്ലോണം നീട്ടുന്നില്ല. അപ്പോൾ ഇവിടുത്തെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നത് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാം. അടുത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവിടെ വെച്ച് കാണാം. കാരണം ബാണാസുര ആ ഡാം പോകുമെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. ബാണാസുര ഡാം അത് പോകുമെന്നറിയില്ല. ഇവിടെ എന്തോ ഗുഹയുണ്ട്, അവിടെ ഫിഷിംഗ് ഒക്കെ ഉണ്ടാവും. അത് വേണമെങ്കിൽ കാണാം. ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്.
വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലെങ്കിലും ഈ ഒരു മീൻ കുഞ്ഞുങ്ങളെ ലാസ്റ്റ് അവസാനം കണ്ടപ്പോഴാണ് ഒരു സന്തോഷമായത്. ഒരു ഗുഹയ്ക്കുള്ളിലൂടെ കയറി ഇറങ്ങി ആ മീൻ കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് സന്തോഷമായി. കാരണം അവന്മാരുടെ മൂക്കൊക്കെ കാണാൻ എന്ത് രസമാണ്. ആ വായാണ് ഒരു മീൻ തല പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒരു വലിയൊരു മീനായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവന്മാരുടെ വായും മൂക്കൊക്കെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ലാസ്റ്റ് ഇവന്മാരോട് ടാറ്റ പറഞ്ഞിട്ട് വേണം പോകാനായിട്ട് എന്നുണ്ടായിരുന്നു. കാരണം ഇനിയും വേറെ സ്പോട്ട് പോകാനുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഇനി ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിലോട്ടാണ് പോയത്. മാത്തുക്കുട്ടി ചേട്ടൻ്റെ കടയിലേക്കായിരുന്നു. അവിടെ നല്ല സദ്യയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഫുള്ളും കഴിച്ചു. ചേട്ടൻ്റെ എല്ലാ ഫുഡും ചേട്ടൻ്റെ വീട് തൊടുപുഴയാണെന്നൊക്കെ പറഞ്ഞ് നല്ല കൂട്ടായിരുന്നു. അവിടുന്ന് മാങ്ങയൊക്കെ തന്നിട്ടാണ് ചേട്ടൻ വിട്ടത്. ഞങ്ങൾ ആ സദ്യയൊക്കെ നല്ലപോലെ കഴിച്ചിട്ടായിരുന്നു മടങ്ങിയത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ സദ്യ. എടുത്ത് പറയേണ്ടായിരുന്നു. വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞൊരു കടയായിരുന്നു ചേട്ടൻ്റെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഊണും കാര്യങ്ങളൊക്കെ വെജായിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് എവിടേക്കാന്നല്ലേ, എന്നാൽ കണ്ടോ ബാണാസുര ഡാമിൻ്റെ അടുത്തുള്ള വണ്ടർലാൻഡിലേക്കാണ് പോയത്. അവിടെ ഇതുപോലെ ഒട്ടക പക്ഷി, എങ്ങനെ എല്ലാ പക്ഷികളും പെറ്റ്സും അവിടെ ഉണ്ട്. വന്ന ട്രിപ്പിൽ ഏറ്റവും വർത്തിയാണെന്ന് തോന്നിയത് ഈ ഒരു പ്ലേസ് മാത്രമാണ്. കാരണം ഇവിടെ ഫിഷിന് ഫീഡ് ചെയ്യാൻ പറ്റി, പാരറ്റ്സിന് ഫീഡ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ അല്ലാതെ എന്ത് ജീവിതം, ഇതൊക്കെ ചെയ്യാതെ എന്തെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ആദ്യം പോയ 2 സ്ഥലവും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വർത്തിയാണെന്ന് തോന്നിയില്ല. കാരണം ഇത് തന്നെയാണ് വർത്തിയെന്ന് എനിക്ക് മനസ്സിന് ബോധ്യപ്പെട്ടത്. കാരണം ഇവിടെ എന്തായാലും നിങ്ങൾ വന്നിരിക്കേണ്ട സ്ഥലമാണ്. ഞാനിത് ആദ്യമായിട്ടല്ല ഫീഡ് ചെയ്യുന്നത്, 2ാമത്തെ തവണയാണ്. പണ്ട് ഞാൻ പോയിരുന്നു മൈസൂർ. അവിടെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ ധൈര്യത്തോടെ ഫീഡ് ചെയ്തു. ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ പേടിക്കായിരുന്നു. എനിക്കിതുപോലെ ഫീഡ് ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, വളർത്താനും ഇഷ്ടമാണ്. പക്ഷെ സമയമില്ലല്ലോ ഗൈസ്. എന്തായാലും എനിവേ ഞാൻ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് കൈയൊക്കെ വേദനിക്കുന്നത് ഗൈസ്. ഒച്ചപ്പാടെ ഫുള്ള് ബഹളമാ. ഞാൻ എല്ലാത്തിനും ഫുഡ് കൊടുത്തു. ഇവിടെയൊക്കെ കുറേ ഉണ്ട് ഗൈസ്. ഗൈസ് വെൽക്കം ബാക്ക് ടു CA Vishnu Vlogs. അപ്പോൾ ഞാൻ ഇന്ന് വണ്ടർലാൻഡിൽ വന്നേക്കുന്നത്. ഇതിൻ്റെ 3rd സ്പോട്ടാണ് വയനാട്ടിൽ. ബാണാസുര ഡാമിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു 2 കിളികളൊക്കെ ഉണ്ട്. ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നുണ്ട് അവന്മാർ. ഫീഡൊക്കെ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അത് ചെയ്തു. ഞാൻ ഈ ട്രിപ്പ് വന്നില്ലെങ്കിൽ എൻ്റെ ഈ 2 ആഗ്രഹവും സാധിക്കില്ലായിരുന്നു. പക്ഷെ സാധിച്ചു ഗൈസ്. ഞാൻ അവർക്ക് ഫീഡ് ചെയ്തു. അവന്മാരൊക്കെ വന്ന് നക്കി കഴിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവർ കഴിക്കുന്ന കാണുമ്പോൾ. കാരണം എനിക്കിത് ഫീഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയാം, അതൊരു സന്തോഷമാണ് എനിക്ക് ഫീഡ് ചെയ്യുമ്പോൾ. എൻ്റെ അമ്മേനെ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഗൈസ്. അമ്മ ഫീഡ് ചെയ്യുമെന്ന് അറിയത്തില്ല. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഫീഡ് കൊടുത്തപ്പോൾ ഭയങ്കര ഇക്ലിയൊക്കെ നല്ല രസമുണ്ട്. എൻ്റെ കൈ മൊത്തം നനഞ്ഞ്. ഒരു വെള്ളത്തിൽ കൈയിട്ടിട്ട് വേണം നമ്മളത് ഫീഡ് ചെയ്യാനായിട്ട്. അത് മൊത്തം നക്കിയൊക്കെ കഴിക്കുവാകും. നല്ല രസമായി, നല്ല ഹാപ്പിനെസ്സാണ് ഗൈസ്. ഇവിടെ വന്നപ്പോൾ ഞാൻ അറിയാതെ തന്നെ സന്തോഷിക്കുവാണ്. ഇല്ല, ഇവിടെ കുറേ പാരറ്റ്സും നമ്മൾ ഈ മൂവിയിലൊക്കെ കണ്ട ടൈപ്പാണ്. പഞ്ചവർണ്ണ തത്ത പോലത്തെ ടൈപ്സ് ഉണ്ട് ഗൈസ്. നല്ല രസമുണ്ട്. ഉമ്മാരൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന്. ചേട്ടാ തെക്കിട്ട് നോക്കി ചേട്ടാ, നല്ല തത്ത ഗൈസ്. അവരെയും കണ്ടു കഴിഞ്ഞ് ഈ ക്യൂട്ടായി ഹലോ എന്നൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മുയലുകളാണ്. പിന്നെ അണ്ണാനും എലികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവന്മാരൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. എടുത്തോണ്ട് 2 ഉമ്മ വയ്ക്കാൻ തോന്നും. അത്രയ്ക്ക് ക്യൂട്ട്നെസ് ആയിരുന്നു. ഈ 2 പക്ഷികളൊക്കെ ജോഡികളായിട്ട് നിൽക്കുന്ന കണ്ടു. നിങ്ങൾ നല്ലോണം സൂക്ഷിച്ച് നോക്കി. എൻ്റെ ആ ബാക്കിൽ കാണുന്നതാണ് ബാണാസുര സാഗർ ഡാം. സോ നമ്മൾ ഡാമിൻ്റെ അടുത്തായിട്ട് വരും ഈ വണ്ടർലാൻഡ്. സോ നമ്മൾ ഡാമിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഡാം ഞാനിത് 2ാമത്തെ തവണയാണ് വന്നത്. ഞാൻ മുൻപും വന്നിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ മേലെ കയറാന്ന് പറഞ്ഞ ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്ത് കയറി ഇറങ്ങിയാൽ ഇവിടുന്ന് നല്ലൊരു കാഴ്ചകളാണ് കിട്ടുന്നത്. ആ മലകളൊക്കെ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയോ. ഇവിടുത്തെ ആംബിയൻസ് ഒന്നും പറയാനില്ല. എത്ര വന്നാലും മതിയാവില്ല. കാരണം ഈ മലകളെയും തടാകത്തിനെയും പുഴയിനൊക്കെ കണ്ട് മതിയാവില്ല ഈ വയനാടിനെ കുറിച്ച് പറയുമ്പോഴേ. അതും ഈ ഡാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ, ആ വെള്ളവും എല്ലാം കാണുമ്പോൾ എന്ത് രസമാണ്. ഇവിടുന്ന് സൈഡിൽ നിന്ന് അവർ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്, ഡാൻസ് റീലെടുക്കാനൊക്കെ ആയിട്ട്. പലരും വന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ 1-2 എടുത്തിരുന്നു ഗൈസ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാറ്റാണ്, ഫുള്ള് കാറ്റാണ്. എവിടെ തിരിഞ്ഞാലും കാറ്റാണ്. നല്ല രസമുണ്ട് അവിടെ നിൽക്കാനായിട്ട്. ഈ ഒരു പ്ലേസിൽ ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു ഒട്ടും വിചാരിച്ചില്ല. മുൻപും വന്നതുകൊണ്ട് അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന ട്രിപ്പാണേ. ഞാൻ ഇവരെ കൂടെ ഈ ട്രിപ്പൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് വരാറുണ്ട്. ഇവരുടെ കൂടെ പോകുമ്പോൾ അല്ലേ ഞാനും പോവാത്ത സ്ഥലങ്ങളിൽ എനിക്കും ഇതുപോലെ എൻജോയ് ചെയ്ത് നിങ്ങളെയും കൂടെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ആ മലകളൊക്കെ കണ്ടു, എന്നാ രസമാണ്. നേരെ ഇറങ്ങി ഈ ചോളവും കഴിച്ചുകൊണ്ടാണ് ഞാൻ അവിടുന്ന് മടങ്ങിയത്. കാപ്പിയെ കുറിച്ച് ബസ്സിൽ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അത് ഐ ലവ് വയനാടിൻ്റെ മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. കാണാം.
അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ ഫ്രം സിയ വൈഷ്ണവ് ടാറ്റാ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ പ്രസ് ചെയ്യുക, ബട്ടൺ കാണാം.